എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഗോദി മീഡിയ. അതായത് പ്രധാനമന്ത്രി മോദിയെ അതുപോലെ തന്നെ BJPയെ അന്ധമായി പിന്തുണയ്ക്കുന്ന ദേശീയ മാധ്യമങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഗോദി മീഡിയ. മീഡിയ സിറ്റിംഗ് ഓൺ ലാംബ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മീഡിയ സിറ്റിംഗ് ഓൺ ദി ലാംബ് എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. രവീഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകനാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം 2018 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പദം ഉപയോഗിക്കുകയും അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുകയും ചെയ്തു. പിന്നീട് 2020-21 കാലഘട്ടത്തിൽ കർഷക സമര വേദികളിൽ ഈ പദം പല പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ടു. മീഡിയ സിറ്റിംഗ് ഓൺ ലാംബ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഈ ഇണക്കമുള്ള പട്ടികൾ, ചെറിയ വളർത്തുനായ്ക്കളുണ്ടല്ലോ, അത് മടിയിലിരിക്കുന്നു, അല്ലെങ്കിൽ കാൽക്കൽ ഇരിക്കുന്ന വാലാട്ടിപ്പട്ടികൾ, അനുസരണമുള്ള നായ്ക്കൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് പരിഹാസത്തോടെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇംഗ്ലീഷിൽ പൊതുവെ പറയാറുണ്ടല്ലോ, മാധ്യമങ്ങളെല്ലാം വാച്ച് ഡോഗ് ആകണം, കാവൽ നായ്ക്കളായി വർത്തിക്കണം. ജനാധിപത്യത്തിൽ 4 തൂണുകളിൽ ഒന്നായിട്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങളെ പൊതുവെ കാണാറുള്ളത്. അങ്ങനെ ആയിരിക്കേണ്ട മാധ്യമം വളരെ വിധേയപ്പെട്ട് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന രീതിയിൽ അന്ധമായി സ്തുതിപാഠകരായി മാറുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഗോദി മീഡിയ എന്നുള്ള പ്രയോഗം രവീഷ് കുമാർ ആദ്യമായിട്ട് നടത്തിയത്. അദ്ദേഹം ഏതാണ്ട് 28 വർഷത്തോളം NDTVയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. വളരെ ശ്രദ്ധേയനായിട്ടുള്ള, ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള മാധ്യമപ്രവർത്തകനായിരുന്നു രവീഷ് കുമാർ. അദ്ദേഹം നല്ല തലപ്പൊക്കം തൻ്റെ ഈ പ്രവർത്തനത്തിൽ നേടിയിട്ടുള്ളയാളായിരുന്നു. ആരുടെയും പക്ഷം പിടിക്കാത്തയാളായിരുന്നു. സത്യത്തിൻ്റെ കാവൽക്കാരനായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയയാളായിരുന്നു അദ്ദേഹം. പക്ഷേ NDTVയിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത്. രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, പ്രധാനമന്ത്രി മോദി 2014 അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളെ മുഴുവന് വിലയ്ക്ക് വാങ്ങുന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് NDTV അദാനി വാങ്ങുകയുണ്ടായി. NDTVയുടെ 64.7% ഓഹരിയാണ് അദാനി മുതലാളി വാങ്ങിക്കൂട്ടിയത്. അങ്ങനെ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാനല്, ഒരു മാധ്യമ പ്രസ്ഥാനം മുതലാളി വാങ്ങി എന്നുള്ള കാരണത്താലാണ് അദ്ദേഹം അവിടെ രാജിവെച്ച് പുറത്തു പോയത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മാധ്യമ ശൃംഖലകളെ മുഴുവൻ BJP സർക്കാർ പല പ്രേരണകൾ കൊണ്ട് അവരുടേതാക്കി മാറ്റി. അതായത് തങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ പുറത്ത് അറിയാൻ പാടില്ല, എല്ലാ മാധ്യമങ്ങളും തങ്ങളെ പിന്തുണച്ചു കൊള്ളണം, തങ്ങളുടെ ഭരണകൂടത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ആളുകളിലേക്ക് എത്തിക്കണം, ആളുകളുടെ പ്രതികരണത്തെ വകവയ്ക്കേണ്ടതില്ല, ഏകപക്ഷീയമായ ഒരു മാധ്യമ സംസ്കാരം വേണമെന്ന് BJP ആഗ്രഹിച്ചു. അതിന് മാധ്യമപ്രവർത്തകരെ
വിലയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ എളുപ്പം മാധ്യമ സ്ഥാപനങ്ങളുടെ മുതൽ മുടക്കുകാരെ കൂടെ നിർത്തുന്നതാണ് കുറെ കൂടി സഹായകമെന്ന് കരുതി പാർട്ടി അങ്ങനെ ചെയ്യുകയുണ്ടായി. അതിനോട് സഹകരിക്കാൻ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തയ്യാറായി. ഏതാണ്ട് 11ഓളം ദേശീയ മാധ്യമങ്ങളാണ് ഈ ഗോദി മീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സി ന്യൂസ്, ടൈംസ് നൗ, റിപ്പബ്ലിക് ഭാരത്, റിപ്പബ്ലിക് TV, ABP ന്യൂസ്, സുദർശൻ ന്യൂസ്, NDTV, ഇന്ത്യ ടുഡേ എന്നിങ്ങനെയുള്ള ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ BJPക്ക് കൂടെ നിർത്താനായി സാധിച്ചു. അങ്ങനെയാണ് ഉള്ളത് പെരുപ്പിച്ചു പറയുകയും ഇല്ലാത്തത് ഉണ്ടാക്കി പറയുകയും ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരം ഡൽഹി കേന്ദ്രീകരിച്ച് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം താരതമ്യേന കുറവുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലൂടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുകയും വലിയ തോതിൽ അത് വോട്ടായിട്ട് മാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇത് വലിയ അപകടമാണ് ജനാധിപത്യത്തിന് എന്ന് കണ്ടുകൊണ്ടാണ് വളരെ ശ്രദ്ധേയരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഈ നീക്കത്തിന് എതിരെ നിലപാട് സ്വീകരിച്ചത്. ഈ മാധ്യമ സ്ഥാപനങ്ങൾ കൂടെ നിർത്തിയപ്പോൾ മാധ്യമ മുതലാളികൾ ചെയ്തൊരു കാര്യമുണ്ട്. തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുന്ന വളരെ അനുഭവസമ്പന്നരായ സീനിയറായ മാധ്യമപ്രവർത്തകരെ മുഴുവൻ ഒഴിവാക്കുകയുണ്ടായി. പലരും സ്വയം പിരിഞ്ഞുപോയി, അല്ലാത്തവരെ ഒഴിവാക്കി. ഹിന്ദുത്വ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെയാണ് എലക്ഷൻ വിജയത്തിന് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തിയത്. ഇപ്പോഴും നമ്മൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ എല്ലാ മാധ്യമങ്ങളും തന്നെ സർവേകൾ നടത്തുന്നുണ്ട്. അതിൽ പലതും സ്പോൺസേർഡ് സർവേകളാണ്. ഒപ്പീനിയൻ പോളുകൾ നടത്തുന്നുണ്ട്. അതായത് തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് അവരുടെ അഭിപ്രായം ആരായുന്ന രീതിയാണ്. അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, നന്നായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ അത് വിശ്വസിക്കുകയും തങ്ങളുടെ വോട്ട് വിജയിക്കുന്ന പാർട്ടിക്ക് എന്ന രീതിയിൽ വോട്ട് ചെയ്യുകയും ചെയ്യും. അത് വലിയൊരു തന്ത്രമാണ്. അതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഭരണകക്ഷിക്ക് അങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. ഈ ഗോദി മീഡിയ രാജ്യത്ത് വലിയ തോതിൽ പ്രവർത്തനക്ഷമമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് രവീഷ് കുമാർ മാത്രമല്ല, മറ്റു പലരും സന്നദ്ധരായിട്ടുണ്ട്. ആളുകളത് മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും BJPയുടെ വിജയത്തെ വലിയ തോതിൽ കുറയ്ക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട യൂട്യൂബറെ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ധ്രുവ് രാധി എന്നാണ്. അദ്ദേഹം ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടത്തുകയും ജർമ്മനിയിൽ ഉപരിവിദ്യാഭ്യാസം നടത്തുകയും ചെയ്തയാളാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അതേസമയം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വലിയ തോതിൽ അറിവുള്ളയാളാണ്. അദ്ദേഹത്തിന് ധാരാളം കാഴ്ചക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ 2.5 കോടിയിലധികം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരിക്കാർ. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടാൽ അത് 2.5-3 കോടി ആൾക്കാരാണ് കാണുന്നത്. എത്ര വലിയ സ്വാധീനമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അദ്ദേഹം മോദി സർക്കാരിൻ്റെ മുഖം മൂടി
പിച്ചി ചീന്തുന്ന വിധത്തിലാണ് വീഡിയോകൾ ഇറക്കുന്നത്. അദ്ദേഹം പക്ഷേ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം സത്യം മാത്രമാണ് പറയുന്നത്. അത് വളരെ ശാസ്ത്രീയമായി വിശകലനാത്മകമായി അപഗ്രഥിച്ച് അവതരിപ്പിക്കുകയാണ്. അതിനെ ആർക്കും ഒരു കാരണവശാലും എതിർവാദങ്ങൾ ഉന്നയിച്ച് തോൽപ്പിക്കാനാവുകയില്ല. അതുകൊണ്ട് അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ, സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ, പട്ടണവാസികളൊക്കെ വലിയ തോതിൽ മോദി സർക്കാർ ചെയ്തു വരുന്ന ഈ രീതികൾ രാജ്യത്തിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച 2 വീഡിയോകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കും. ഒന്ന്, നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സൂചന നൽകുന്ന ഒരു വീഡിയോയാണ്. 2.5 കോടിയിലധികം ആൾക്കാരാണത് കണ്ടത്. രണ്ടാമത്തേത് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നത് സമീപകാലത്ത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ്. അതിനെ അതേ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും BJP സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ഗോദി മീഡിയ എന്ന് പറയുന്നത് മോദി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുതന്ത്രങ്ങളിൽ പെടുന്ന ഒന്നായിട്ടാണ് ഇന്ന് ആൾക്കാർ മനസ്സിലാക്കി വരുന്നത്. മാധ്യമങ്ങൾ ആവശ്യമാണ്, അത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോഴെല്ലാ മാധ്യമങ്ങളും പക്ഷം പറയുകയാണ്. മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ അച്ചടി മാധ്യമമുണ്ട്, ഇലക്ട്രോണിക് മാധ്യമമുണ്ട്. ഇലക്ട്രോണിക് മാധ്യമത്തിലാണ് ഈ ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും വരുന്നത്. അത് മുഴുവന് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ആ കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. ഈ മാധ്യമങ്ങളെ കൂടെ നിർത്താൻ മോദി സർക്കാർ വലിയ പരിഗണനയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കനുസരിച്ച് ഒരു ദിവസം 2.5 കോടി രൂപയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരസ്യ ഇനത്തിൽ സർക്കാർ നൽകി വരുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൂടുതൽ പരസ്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്ന ഒരു രീതിയും സ്വീകരിച്ചു വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പണം കൊടുത്തോ പ്രീണിപ്പിച്ചോ മറ്റ് ആനുകൂല്യങ്ങൾ നൽകിയോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് മാധ്യമ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത് ഏത് പാർട്ടി ചെയ്താലും അത് അഭികാമ്യമല്ല എന്നാണ് ഓർമ്മിക്കേണ്ടത്. അതിലൂടെയൊക്കെ ജനാധിപത്യമാണ് ക്ഷയിക്കുന്നത്, പണാധിപത്യമാണ് ജയിക്കുന്നത്.